പുഴയും കായലും കടലും കുളവും എല്ലാം എനിക്കെന്നും കൗതുകമുള്ള കാഴ്ചകളാണ്. എൻ്റെ വീടിനടുത്ത് പുഴയും കായലൊന്നുമില്ല. ആകെ ഉള്ളത് ഒരു കുളവും ഇതുപോലൊരു തോടും മാത്രം. കുട്ടിക്കാലത്ത് വീട്ടിനടുത്തുള്ള കുട്ടികളും സ്ത്രീകളുമൊക്കെ പതിവായിട്ട് ആ കുളത്തിൽ കുളിക്കാൻ പോകാറുണ്ടായിരുന്നു. അവരെന്നെയും വിളിക്കും. വീട്ടിൽ പെർമിഷൻ ചോദിക്കുമ്പോൾ ആ കുളത്തിൽ പണ്ടൊരു ആനയും ആനക്കാരനും താഴ്ന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് അമ്മയും ചേച്ചിയൊക്കെ എന്നെ പേടിപ്പിക്കും. ഒരു ദിവസം ഞാൻ മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് കുളത്തിൽ പോയവരുടെ കൂട്ടത്ത് ഞാനും പോയി. ഇറങ്ങിക്കോ, ഞങ്ങൾ പിടിച്ചോളാമെന്ന് അവർ പറഞ്ഞു. വെള്ളത്തിലിറങ്ങാൻ പോയി ഞാൻ പെട്ടെന്ന് പേടിച്ച് പിറകിലോട്ട് മാറി. ഇനി ഞാൻ കുളത്തിലിറങ്ങുമ്പോൾ അടിയിൽ മുങ്ങിക്കിടക്കുന്ന ആന തുമ്പിക്കൈ കൊണ്ട് എൻ്റെ കാലിൽ പിടിച്ച് താഴേക്ക് വലിച്ചാലോ? മറ്റുള്ള കുട്ടികൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. കുളത്തിൻ്റെ അങ്ങേക്കരയ്ക്ക് ഇപ്പുറത്ത് വെള്ളത്തിൽ നിറച്ചും ആമ്പലുകൾ പൂത്ത് കിടപ്പുണ്ട്. അതിൽ നിന്ന് ആമ്പൽ പൂക്കളും പറിച്ചുകൊണ്ട് തിരികെ നീന്തി വരുന്നത് അസൂയോടുകൂടി ഞാൻ നോക്കി നിന്നു. പിന്നീട് വലുതായപ്പോൾ പല കുളങ്ങളിലും ഇങ്ങനെ ആനയും ആനക്കാരനും മുങ്ങിയ കഥ കേട്ടു. കുട്ടികൾ വെള്ളത്തിലിറങ്ങാതിരിക്കാൻ വേണ്ടി മുതിർന്നവർ പറഞ്ഞുണ്ടാക്കിയ ഓരോ കള്ളക്കഥകൾ. ഇത്തരം കള്ളക്കഥകൾ കാരണം എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒളിമ്പിക്സിന് നീന്തലിൽ ഇന്ത്യക്ക് കിട്ടാവുന്ന എത്ര സ്വർണ്ണമാണ് നഷ്ടമായത്. വിഷമമുണ്ട് പറയാൻ.